ഒരു മനോഹരമായ കാട്ടിൽ വെള്ളിയാനിന്റെ വെളിച്ചത്തിൽ എല്ലാ മൃഗങ്ങളും ഉറങ്ങിക്കിരിക്കുകയാണ്. പക്ഷേ ഒരു വലിയ മൃഗം ഇപ്പോഴും ജാഗരൂകരായിരുന്നു. അത് ലിയോ സിംഹം, കാട്ടിന്റെ രാജാവ്. ലിയോ മുകളിൽ നക്ഷത്രങ്ങൾ നോക്കി മൃദുവായി ചോദിച്ചു, എന്താ ഈ രാത്രി ഇത്ര നിശബ്ദത? അപ്പോൾ എന്നൊരു ചെറിയ ശബ്ദം കേട്ടു. ചെറിയ പുല്ലുകളിൽ ആരോ ഉണ്ടായിരുന്നു. അത് ചെറിയ എലി. കയ്യിൽ പ്രകാശമുള്ള ഒരു മുത്ത് പിടിച്ച് ഓടിക്കൊണ്ടിരുന്നു. ചെറിയ എലേ, ഇത്രയും സമയം എന്തു ചെയ്യുന്നു? ലിയോ ആശ്ചര്യത്തോടെ ചോദിച്ചു. ചെറിയ എലി സംക്ഷിപ്തമായി പറഞ്ഞു, ഞാൻ നക്ഷത്രമുത്തുകൾ തിരയുകയാണ്. അവ രാത്രി മാത്രമേ തെളിയുകയുള്ളൂ. ലിയോ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം. ലിയോ സിംഹവും ചെറിയ എലിയും ചേർന്ന് രാത്രിയുടെ ഇരുട്ടുകാട്ടിൽ നടന്നു. അവർ പ്രകാശിക്കുന്ന മുത്തുകൾ എടുത്തുകൊണ്ട് ചിരിച്ചും കളിച്ചും ചെറിയ കഥകളും പറഞ്ഞും മുന്നോട്ടു പോന്നു. വഴിയിലൊരു ചെറിയ എലിയുടെ ചട്ടിയെ നിറഞ്ഞു. നന്ദി, ലിയോ, ചെറിയ എലി സന്തോഷത്തോടെ പറഞ്ഞു. ലിയോ തല ഒടിച്ച്, ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു. രണ്ട് വീട് തിരിച്ചുപോയി. പിന്നീട് കാട് മൃദുവായി ശാന്തമായി മാറി. വെള്ളിയാനിന്റെ വെളിച്ചത്തിൽ ഇരുവരും ശാന്തമായി ഉറങ്ങി. ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ എലി താമസിച്ചിരുന്നു. അത് വലുതോ ശക്തമോ ആയിരുന്നില്ല, പക്ഷേ അത് വളരെ മിടുക്കനായിരുന്നു. ഒരു ദിവസം ചെറിയ എലി ഒരു കളപ്പുരയുടെ അടുത്തേക്ക് നടക്കുകയായിരുന്നു. അവിടെ അത് ഒരു വലിയ രുചികരമായ ചീസ് കഷ്ണം കണ്ടു. പക്ഷേ ഒരു പൂച്ച അതിനടുത്തായി ഉറങ്ങുകയായിരുന്നു. പൂച്ചയ്ക്കും മൂർച്ചയുള്ള നഖങ്ങളുണ്ടായിരുന്നു. ചെറിയ എലിക്ക് ചീസ് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പൂച്ച എഴുന്നേറ്റ് അതിനെ പിടിക്കുമെന്ന് അതിനറിയാമായിരുന്നു. അങ്ങനെ അത് നിർത്തി വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ചു. പെട്ടെന്ന് ചെറിയ എലിക്ക് ഒരു മികച്ച ആശയം ലഭിച്ചു. അത് നിശബ്ദമായി അതിന്റെ ദ്വാരത്തിലേക്ക് ഓടിച്ചെന്ന് അവിടെയുണ്ടായിരുന്ന ഒരു നീണ്ട വടി കൊണ്ടുവന്നു. പിന്നെ ദൂരെ നിന്ന് വടി ഉപയോഗിച്ച് അത് പതുക്കെ ചീസ് തന്നിലേക്ക് തള്ളി. പൂച്ചയും അസ്വസ്ഥനായി ഉറങ്ങുകയായിരുന്നു. കനത്ത നെടുവീർപ്പിട്ടു. താമസിയാതെ ചെറിയ എലി ചീസ് കഷണം എത്തി. പൂച്ച ഇപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ചെറിയ എലി വേഗത്തിൽ ചീസ് അതിന്റെ ദ്വാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. മുഖത്ത് ഒരു വലിയ പുഞ്ചിരിയോടെ അത് ചീസിൽ കടിച്ചു തിന്നു. ആ ദിവസം മുതൽ ആ കൊച്ചു എലി എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു, സുരക്ഷിതരായിരിക്കാനും വിജയിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗം ബുദ്ധിമാനായിരിക്കുക എന്നതാണ്.